അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാ. അമ്മാ ബഅദ്. ഫിഖ്ഹ് ക്ലാസ് തുടരുന്നു. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം അൽ മാഉൽ മുസ്തഅമൽ, മുസ്തഅമലായ വെള്ളം, അതായത് ഫർദിൽ പെരുമാറപ്പെട്ട വെള്ളം എന്നതാണ്. ഒരു വെള്ളത്തിന് ഫർദിൽ പെരുമാറപ്പെട്ടു എന്ന ഹുക്മ് വരണമെങ്കിൽ 4 നിബന്ധനകളുണ്ട്. അതിൽ നിന്ന് ഒന്നാമത്തെ നിബന്ധന, വെള്ളം 2 കൊല്ലത്തിൽ താഴെയായിരിക്കണം. അപ്പോൾ 2 കൊല്ലത്തിൽ മേലെയാണെങ്കിൽ അതിനൊരിക്കലും ഫർദിൽ പെരുമാറപ്പെട്ട വെള്ളമാണ് എന്ന ഹുക്മ് വരില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഹൗദിലൊക്കെ കൈയിട്ടോതുണ്ടാക്കുന്നത്. ഹൗദിലൊക്കെ 2 കൊല്ലത്തിൽ മേലെ വെള്ളമുണ്ട്. അതേസമയത്ത് 2 കൊല്ലത്തിൽ താഴെയാണെങ്കിൽ നമുക്ക് കൈയിടാൻ പറ്റില്ല. കൈയിട്ടാൽ അത് ഉപയോഗശൂന്യമാകും. ഇനി അതുപോലെ ഇപ്പോൾ ഈ മുസ്തഅമലായ വെള്ളം, ഈ ഫർദിൽ പെരുമാറപ്പെട്ട വെള്ളം നമ്മളിങ്ങനെ ഒരുമിച്ച് കൂട്ടി, പലരും ഓതുണ്ടാക്കിയ വെള്ളം ഒരുമിച്ച് കൂട്ടി അത് 2 കൊല്ലത്തെത്തിയാലും അത് തൊഹൂറാണ്. അതുപോലെ തന്നെ നജസായ വെള്ളം ഒരുമിച്ച് കൂട്ടി അത് 2 കൊല്ലത്തെത്തിയാലും 2 കൊല്ലത്തെത്തുകയും പകർച്ച ഒന്നും ഇല്ലാതിരിക്കുകയും ചെയ്താൽ അതും തൊഹൂറാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ നിബന്ധന വെള്ളം 2 കൊല്ലത്തിൽ താഴെയായിരിക്കണം. എന്നാൽ രണ്ടാമത്തെ നിബന്ധന എന്താണ്? അത് ഫർദിൽ ഉപയോഗിക്കണം. ഫർദിൽ ഉപയോഗിച്ച വെള്ളമായിരിക്കും. അതേസമയം സുന്നത്തിൽ ഉപയോഗിച്ചാലോ? സുന്നത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം തൊഹൂറ് തന്നെയാണ്. ഇപ്പം നമ്മൾ മുഖം കഴുകൽ ഫർദാണ്. അതേസമയം നേരത്തെ നമ്മൾ മുൻകൈ കഴുകും, പിന്നെ വയൽ വെള്ളം കുപ്പിളിക്കും, അതൊക്കെ സുന്നത്താണ്. പിന്നെ മുഖം കഴുകുമ്പോൾ തന്നെ ആദ്യത്തെ കഴുകൽ മാത്രമേ ഫർദുള്ളൂ, 2ഉം 3ഉം സുന്നത്താണ്. ഇങ്ങനെയുള്ള ഈ സുന്നത്തിൽ പെരുമാറപ്പെട്ട വെള്ളം അത് തൊഹൂറാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് വുദുണ്ട്, അതോടുകൂടി രണ്ടാമത് വുദു ചെയ്യുമ്പോൾ അത് ശരിക്കും ഫർദല്ലല്ലോ. ആ രണ്ടാമത് വുദുവിന് ഉപയോഗിച്ച വെള്ളവും തൊഹൂറാണ്. അപ്പോൾ ഈ 2 ഷർത്ത് നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഷർത്ത്, ഈ വെള്ളം അങ്ങത്തെ തൊട്ട് പിരിയണം എന്നതാണ്. ഇപ്പോൾ മുഖം കഴുകണം. അപ്പോൾ മുഖം കഴുകുമ്പോൾ മുഖത്തിൽ നിന്ന് അത് ഭൂമിയിലേക്ക് ഇറ്റി വീഴുകയോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്യണം. അപ്പോഴാണ് ആ വെള്ളത്തിന് മുസ്തഅമലാണ് എന്നുള്ള ഹുക്മ് വരിക. നമ്മൾ മുഖം കഴുകുമ്പോൾ ഒന്നിൽ ഭൂമിയിലേക്ക് ഇറ്റുകയോ അല്ലെങ്കിൽ തലയിലേക്ക് പോവുകയോ ഒക്കെ ചെയ്താൽ അത് പിരിഞ്ഞു. അപ്പോൾ അതിന് മുസ്തഅമലാണ് എന്നുള്ള ഹുക്മ് വരികയുള്ളൂ. അതുപോലെ അതേസമയം ഇവിടെ നമ്മൾ മുഖം കഴുകിയതിന് ശേഷം കൈ കഴുകുമ്പോൾ നമ്മൾ ആദ്യം മുൻകൈ കഴുകും, പിന്നെയല്ലേ തണ്ടൻ കൈയിലേക്ക് വരൽ. അപ്പം മുൻകൈയിൽ നിന്ന് തണ്ടൻ കൈയിലേക്ക് പിരിയുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതുപോലെ കുളിക്കുകയാണെങ്കിൽ തലയിൽ നിന്ന് നെഞ്ചു പോലത്തിലേക്ക് വെള്ളം വരുന്നത് കൊണ്ടും കുഴപ്പമില്ല. ആ പിരിച്ചിലല്ല പറയുന്നത്. ഇനി നാലാമത്തെ ഷർത്ത് എന്താണെന്നറിയോ? ഈ കോരിയെടുക്കലിനെ കരുതാതിരിക്കുക എന്നാണ്. കോരിയെടുക്കുക എന്ന കരുത്ത് ഇല്ലാതിരിക്കുക. അപ്പോൾ കോരിയെടുത്തു എന്ന് കരുതിയാൽ അത് മുസ്തഅമലാവൂല എന്നാണ്. അപ്പോൾ എന്താ പറയുന്നതിൻ്റെ അർത്ഥം? ഇപ്പം നമ്മളിപ്പോൾ ഒരു ബക്കറ്റിൽ കൈയിട്ട് ഒന്നുണ്ടാക്കാൻ പറ്റൂല. നമ്മളിപ്പോൾ ഹൗദിൽ കൈയിട്ട് ഒന്നുണ്ടാക്കുന്നത് അത് 2 കൊല്ലത്തിൽ മേലെയുള്ള വെള്ളമാണ്. ഇപ്പോൾ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ കൈയിട്ട് ഒതുണ്ടാക്കാൻ പറ്റൂല. പക്ഷെ കൈയിട്ട് ഒതുണ്ടാക്കാൻ പറ്റുന്ന ഒരു രൂപമുണ്ട്. അത് പ്രത്യേകം എല്ലാവരും നോട്ട് ചെയ്യണം. അത് എങ്ങനെയാണ്? അതായത് ഞാൻ പറയാം. പൊതു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഖം കഴുകിയതിൻ്റെ ശേഷം പിന്നീട് അവന് കഴുകേണ്ടത് കൈയാണ്. ആ കൈ കൊണ്ടുപോയി അവനൊരു ബക്കറ്റിലിട്ടു. ആ ബക്കറ്റിലേക്ക് ഈ കൈ ഇടുന്നതോടുകൂടി കൈ കഴുകൽ വന്നു. അതോടുകൂടി ആ ബക്കറ്റിലെ വെള്ളം മുസ്തഅമലായി. പിന്നെ ആ വെള്ളം പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. മറ്റേ കൈയ്യിന് ഉപയോഗിക്കാൻ പറ്റും. ഈ കൈയ്യിന് ഉപയോഗിക്കാൻ പറ്റുന്നല്ലാതെ മറ്റേ കൈ കഴുകണം എന്നുണ്ടെങ്കിൽ വേറെ വെള്ളം കൊണ്ടുവരണം. അത് മുസ്തഅമലായതുകൊണ്ട് ആ സമയത്ത് അതിനെ മറികടക്കാൻ ഒരു വഴിയുണ്ട്. അതെന്താ ചെയ്യേണ്ടത്? മുഖം കഴുകിയതിന് ശേഷം ഞാൻ കോരിയെടുക്കുകയാണ് എന്ന് കരുതിയിട്ട് വെള്ളം അതിൽ നിന്ന് മുക്കിയെടുത്തിട്ട് ആ വെള്ളം കൊണ്ട് കൈ കഴുകിയാൽ ഒരു കുഴപ്പമില്ല.
ആ വെള്ളത്തിന് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഈ കോരിയെടുക്കുക എന്നുള്ള നിയ്യത്ത് ഉണ്ടായാൽ അവിടെ മുസ്തഅമലാവൂല. അപ്പോൾ ഇല്ലെങ്കിൽ അത് മുസ്തഅമലാകും. അതാണ് നമ്മൾ പറഞ്ഞത് നാലാമത്തെ ഷർത്ത്, കോരിയെടുക്കുക എന്നുള്ള നിയ്യത്ത് ഇല്ലാതിരിക്കുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മുസ്തഅമലായ വെള്ളം ഒരു ബക്കറ്റിലേക്ക് വീണു, എന്നാൽ ആ വെള്ളം മുസ്തഅമലാകും, ആ വെള്ളം ഉപയോഗശൂന്യമാകും. പക്ഷേ അത് എത്ര തുള്ളി ഊറ്റണം, എങ്ങനെയാണത് തീരുമാനിക്കുക? അതിനെ സംബന്ധിച്ചാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ മുസ്തഅമലായ വെള്ളം നമ്മൾ ഒരു വെള്ളത്തിനോട് ചേരുന്ന ഒരു താഹിറായ സാധനമായിട്ട് കണക്കാക്കണം. ഒരു മുന്തിരി ജ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൈനാപ്പിൾ ഒരു സാധനമായിട്ട് കണക്കാക്കിയിട്ട്, അതായത് അത് അതിൽ നിറവും മണവും രുചിയും വെള്ളത്തിനോട് പൂർണ്ണമായും വ്യത്യാസപ്പെട്ട ഒരു സാധനമായി കണക്കാക്കിയിട്ട് ആ തഖ്ദീർ അനുസരിച്ച്, ആ സങ്കല്പമനുസരിച്ച് ഈ വെള്ളത്തെ അത് ആക്കുമോ എന്ന് നോക്കണം. അങ്ങനെ പകർച്ചയാകുമെങ്കിൽ അത് കുഴപ്പമാവും, അല്ല പകർച്ചയാവില്ലെങ്കിൽ കുഴപ്പമില്ല. അത് നമ്മൾ കണക്കാക്കേണ്ടതാണ്. അപ്പോൾ ഒന്നോ രണ്ടോ തുള്ളി, ഒരു തുള്ളി ഉറ്റി എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ പ്രശ്നമാവില്ല. അപ്പോൾ കൂടുതൽ ഉറ്റിയാൽ പ്രശ്നമാവും എന്നാണ് അത് നമ്മൾ കണക്കാക്കേണ്ടത്.